അടിയന്തരമായി കൂടിന്റെ നമുക്ക് കൂട് വേഗം നമ്മളില്ലേ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ ജീവിക്കാനായി ഗതിയില്ലാതെ ജീവിക്കാനായി ഗതിയില്ലാതെ ജീവിക്കാനായി ഗതിയില്ലാതെ ജീവിക്കാനായി ഗതിയില്ലാതെ പണിയില്ലാതെ തൊഴിലില്ലാതെ പണിയില്ലാതെ തൊഴിലില്ലാതെ സ്കൂളിൽ വീഴാതെ മക്കളെ സ്കൂളിൽ വീഴാതെ ഒരു 15 ദിവസക്കാലമായിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്തിനെയും കാളിയാവ് പഞ്ചായത്തിനെയും മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് ഇന്ന്. കടുവക്ക് വെച്ച കെണിയിൽ പുലിയാണ് കുടുങ്ങിയിട്ടുള്ളതെങ്കിലും ഇത് ഇവിടുന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമുക്കൊരു തീരുമാനം തരേണ്ടതുണ്ട്. ഇത് ഈ ഇവിടുന്ന് പുലിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ചെയ്യാന്നുള്ളൊരു വിവരം നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിന്റെ അഭിപ്രായം. കാരണം വെച്ചാല് ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുവരെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞാല് ഇവര് നിലവിൽ 2 കൂടാണ് സ്ഥാപിച്ചിരുന്നത്. ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രിയുടെയൊക്കെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ കൂട് വെക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടുകൂടി ആ 3 പ്രദേശങ്ങളെ കവർ ചെയ്യുന്ന ഒരു രീതിക്ക് വന്നാല് തീർച്ചയായിട്ടും കടുവയെ പിടികൂടാൻ തന്നെ സാധിക്കും. ഒരു അവസരമായ കടുവയാണ് ഇപ്പൊ നിലവിൽ ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കൂട് സ്ഥാപിക്കുന്നതോടുകൂടി നീളുകയാണെങ്കിൽ ഉപരോധമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയുള്ള തീരുമാനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.